സിംഗപ്പൂര് പോലെ കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റാനാണ് UDF ലക്ഷ്യമിടുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംഘപരിവാറിന്റെ അതേ പാതയിലാണ് കേരള മുഖ്യമന്ത്രിയും സഞ്ചരിക്കുന്നത്. വർഗീയതയ്ക്കെതിരെ നിലപാടെടുക്കുന്നത് UDF മാത്രമാണെന്നും VD സതീശൻ പറഞ്ഞു. ചാരുമൂട്ടിൽ UDF പുതുയുഗ യാത്രയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സിംഗപ്പൂര് പോലെ കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റാനാണ് UDF ലക്ഷ്യമിടുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ചാരുമൂട്ടിൽ UDF പുതുയുഗ യാത്രയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സംഘപരിവാറിന്റെ അതേ പാതയിലാണ് കേരള മുഖ്യമന്ത്രിയും സഞ്ചരിക്കുന്നതെന്നും വർഗീയതയ്ക്കെതിരെ നിലപാടെടുക്കുന്നത് UDF മാത്രമാണെന്നും VD സതീശൻ പറഞ്ഞു. അതാണ് തരുന്നത്. നമുക്കൊരു വലിയ സ്വപ്നതുല്യമായ പദ്ധതിയുണ്ട്. കേരളത്തിന്റെ തീരപ്രദേശം 600 കിലോമീറ്റർ കടലാണ്, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, ഒരു കണ്ടെയ്നർ ടെർമിനൽ, 17 മിനി തുറമുഖങ്ങൾ, എല്ലാം സംയോജിപ്പിച്ച് മിഷൻ സമുദ്ര എന്ന പേരിൽ നമ്മൾ കോസ്റ്റൽ ഷിപ്പിംഗ് ആരംഭിക്കും. ഈ റോഡിലൂടെ പോകുന്ന ചരക്കുകളുടെ 70% നമ്മൾ കടലിലൂടെ കൊണ്ടുപോകും. 4/1 ചെലവ്. രണ്ടാമത് ക്രൂയിസ് ഷിപ്പിംഗ്, പാസഞ്ചേഴ്സ് വരും. മൂന്നാമത് നദികളെ കൂടി സംയോജിപ്പിച്ചുള്ള സമഗ്രമായ ടൂറിസം പദ്ധതി. സിംഗപ്പൂർ പോലെ, സിയാറ്റിൽ പോലെ കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുക എന്നത് UDFന്റെ സ്വപ്നമാണ്. ഇവിടെ വർഗീയതയാണ് ചർച്ച, വികസനമല്ല ചർച്ച. BJPക്കാർ എപ്പോഴും വർഗീയത പറയും, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, അല്ലേ? ആ സംഘപരിവാറിന്റെ അതേ പാതയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഞ്ചരിക്കുകയാണ്, CPM സഞ്ചരിക്കുക. ഡൽഹിയിലെ ചേട്ടൻ ബാവയും തിരുവനന്തപുരത്ത് അനിയൻ ബാവയും ഒരേ തോണിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ വർഗീയതയ്ക്ക് ഇപ്പോൾ തിരികൊണ്ടി കൊടുത്തിരിക്കുന്നത് പിണറായി വിജയനാണ്. കാരണം വിഷയങ്ങൾ മാറ്റണം, വർഗീയതയാവണം ചർച്ച. കൊടിക്കുന്നിൽ സുരേഷ് MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോശി M കോശി അധ്യക്ഷത വഹിച്ചു. VK ശ്രീകണ്ഠൻ MP, ബെന്നി ബെഹനാൻ MP, G ഹരിപ്രകാശ്, M അമൃതേശ്വരൻ എന്നിവർ പങ്കെടുത്തു. ശൂരനാട് സമര രക്തസാക്ഷി പനത്താഴ രാഘവന്റെ മകൻ സലീം കുമാറിന് കോൺഗ്രസിൽ അംഗത്വവും നൽകി. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.